നമ്മൾ കാണുന്നില്ലേ, രണ്ടുപേരും നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പം രണ്ടുപേരും ഡെമോക്രാറ്റിക്കലി ഓട്ടോക്രാറ്റിക്കാണ്. ആദ്യം ഡിവോഴ്സ് ഒരു കാലത്ത് വരുമ്പം ആ കോടതി മൊത്തം ആൾക്കാർ നിറഞ്ഞേക്കും കേൾക്കാനായിട്ട്. ഇപ്പോൾ അത് കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ഫാമിലി കോർട്ടായി, സെപ്പറേഷനായി. നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഏറ്റവും ലോകത്ത് ചീപ്പസ്റ്റ് ഹെൽത്ത് കെയർ കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. അത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നില്ല. പല ഓഫീഷ്യൽസും ഫയൽ എഴുതാൻ പേടിയാണ്. ഇന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ മീഡിയയ്ക്ക് എടുത്ത് കൊടുക്കും, മീഡിയക്കാരെടുത്ത് കത്തിക്കും. അതോടെ ഈ പദ്ധതി അങ്ങ് തീരും. ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞ ഒരു വ്യത്യാസമുള്ളത് 30 മിനിറ്റ് കൊണ്ട് ഏതറ്റത്തും എത്താൻ പറ്റും. ഇന്ത്യയിൽ ഒരു സിറ്റിയിലും പറ്റില്ല, കേരളത്തിലും അങ്ങനെ ഒരു സിറ്റിയിൽ എത്താൻ പറ്റില്ല. ഏത് പദ്ധതി വന്നാലും തിരുവനന്തപുരത്തെ പേര് യൂസ് ചെയ്യാനും എവിടെയോ ചില പ്രശ്നങ്ങളുണ്ട്. ആർക്കോ ഇതിനൊരു അജണ്ടയുണ്ട്. ഈ പേര് കൊടുക്കാതിരിക്കാൻ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്, അത് ട്രാൻഡം ഇൻ്റർനാഷണൽ സീപോർട്ട് ഇട്ടാൽ എന്താ കുഴപ്പം? കൊച്ചിൻ ഷിപ്പ്യാർഡ് വരാമല്ലോ, കുഴപ്പമില്ലല്ലോ. ടെക്നോ പാർക്ക് കഴക്കൂട്ടം, അത് ടെക്നോ പാർക്ക് ട്രാൻഡം ആയിക്കൂടെ? നിറയെ സ്റ്റാർട്ടപ്പുകളാണ്. നമ്മളതിൻ്റെ റെക്കോർഡ് കണക്കുകളൊക്കെയാണ് സർക്കാർ നിരത്തുന്നത്. പക്ഷേ അതിൽ എത്ര സ്റ്റാർട്ടപ്പുകളാണ് ഇപ്പോൾ ഒരു സക്സസ് ആയിട്ടുള്ളത്? അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത സ്ഥലത്തല്ലേ നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്? നമ്മളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എത്ര സക്സസ് ആയാലും സക്സസ് ഉണ്ടല്ലോ. ഇപ്പോൾ എത്ര വന്നാലും ആ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് പോകാനും രജിസ്റ്റർ ചെയ്യാനായിട്ട് ആൾക്കാർ മുന്നോട്ട് വന്നല്ലോ. MSME 3.5-4 ലക്ഷം രജിസ്ട്രേഷൻസ് വന്നു. 1 ലക്ഷമായിരുന്നു സർക്കാർ പ്ലാൻ ചെയ്തത്. അതിൽ 50% ടേക്ക് ഓഫ് ചെയ്തിലാണ് വെച്ചത്. 1.5 ലക്ഷം പേരെങ്കിലും ആ MSMEയിൽ എത്തിയില്ലേ? 2 പേർക്ക് ജോലി കൊടുത്താൽ 3 ലക്ഷം പേരായില്ലേ? അപ്പോൾ അങ്ങനെ നോക്കണ്ട. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പൊട്ടൻഷ്യൽ ഇസ് വെരി ഹൈ. നമുക്ക് വലിയ ഹെവി മാനുഫാക്ചറിങ് ചെയ്യാനുള്ള സ്റ്റേറ്റ് അല്ല. ഹെവി ഇൻഡസ്ട്രീസ് വരാനും പോകുന്നില്ല. ഭൂമിയുടെ ലഭ്യതയില്ല. നമ്മൾ ഉള്ള സാധനം വെച്ച് സർവീസ് ഇൻഡസ്ട്രിയിലോട്ട് മാറുക. സർവീസേ ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ സ്മോൾ ടൈം ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഹബ്സ് മാറുക. അല്ലെങ്കിൽ വലിയ വലിയ കമ്പനീസിനെ പാർട്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ പോലെയുള്ള ആൾക്കാർ കുട്ടികൾ അതിനെ ഇറങ്ങുക. ചൈനയൊക്കെ അതായിരുന്നല്ലോ. ചൈനയിൽ മൊത്തം അതല്ലേ. അപ്പോൾ അങ്ങനെ വന്നല്ലേ കുട്ടികൾ അവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പം മെക്കനൈസേഷൻ വന്നു. ഇവിടെയും മെക്കനൈസേഷൻ വരും. ഇപ്പോൾ ഹെഡ് ലോഡ് വർക്കേഴ്സ് നമ്മൾ കാണുന്നു കേരളത്തിൽ. ആൾക്കാർ പറയുന്നത് കേരളത്തിൽ യൂണിയൻകാർ വലിയ പാടാണ്, സാധനം ഇറക്കാൻ പറ്റില്ല. അത് ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ശല്യമില്ല. കാര്യം ബോർഡുണ്ട്, കൃത്യമായ റേറ്റ് ഉണ്ട്. പക്ഷേ ഈ ഇരിക്കുന്ന ഹെഡ് ലോഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ സർക്കാർ കൊടുത്തിരിക്കുന്ന ഇംപ്രഷൻ തെറ്റാണ്. ഇതിൽ കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് തലച്ചോമട്. ഇന്ന് എവിടെ തലച്ചോമട്? ആക്ടിൻ്റെ പേരെ മാറ്റുന്ന സമയം കഴിഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ആക്ട് ഇല്ല. ഈ ആക്ട് വരുമ്പം ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു പിടിച്ചു പറിക്ക് ഒരു ആക്ട് ഉണ്ടാക്കുന്നത്. അത് മാറ്റി എടുത്ത് സർക്കാർ അതിൻ്റെ ഇമേജ് മാറ്റി ഇപ്പം അത് ഡീസൻ്റായിട്ട് ഹെഡ് ലോഡ് വർക്കേഴ്സ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹെഡ് ലോഡിനുള്ള പേര് മാറ്റി കേരള ലോഡിങ് അൺലോഡിങ് ആക്ട് ആക്കിയാൽ മതി. ഒന്ന്, ഇവരില്ലാതെ നമുക്ക് ലോഡിങ്ങും ചെയ്യാൻ പറ്റില്ല, അൺലോഡിങ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവരെ കുട്ടികൾ ഇതിൽ വരുത്തുണ്ടോ? ഇല്ല. ഈ ലോഡിങ് അൺലോഡിങ് എന്ന് പറഞ്ഞൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ മക്കൾ ഇതിന് വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് നിൽക്കും. അപ്പോൾ ഇതുമായിട്ട് മെക്കനൈസേഷൻ വരും. നമ്മൾ ക്രെയിനായി, ഫോക്ക് ലിഫ്റ്റായി, ഇതായി പറഞ്ഞിട്ട് വരും. ഇപ്പോൾ നമുക്ക് അമേരിക്ക കാണുന്ന സിറ്റുവേഷൻ കുറച്ച് കഴിഞ്ഞ് കേരളത്തിൽ വരും. നമ്മളെ വീട്ടിലെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾ വരാതെ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കാറ് കഴുകാൻ ആൾ വരില്ല, നമ്മളതിനെ കഴുകേണ്ടി വരും. ഇതിപ്പോൾ അമേരിക്കയിൽ ഇതൊന്നും ചെയ്യാൻ ആൾക്കാരില്ല. ഇതെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ ഒരു 10-30 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ഇതൊന്നും കിട്ടില്ല. നമ്മൾ തന്നെ സ്വന്തമായിട്ട് കാറും കഴുകണം, മുറ്റം തൂക്കണം, എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. കാര്യം അതിനുള്ള ലേബറിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇത് ഫ്യൂച്ചറിൽ കേരളത്തിൽ വരും. നമ്മളൊരു കാലത്ത് കേരളത്തിൽ ഡിവോഴ്സ് വരില്ലാണ് പറഞ്ഞത്. നമ്മൾ കല്യാണമൊക്കെ നല്ല ഗംഭീരമാണ്, നമുക്കൊരു കസ്റ്റമാണ്, കേരളത്തിലെ ഒരു പ്രിൻസിപ്പിളാണ്, കൾച്ചറാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മലേഷ്യ ജനിച്ചത്. ഞാൻ 74 ഇവിടെ വരുമ്പം ഡിവോഴ്സിനൊരു സാധനം കേൾക്കാനില്ല, സെപ്പറേഷന് വാക്ക് കേട്ടിട്ടേ ഇല്ല. ഇപ്പം ഡിവോഴ്സ് ഒരു കാലത്ത് വരുമ്പം ആ കോടതി മൊത്തം ആൾക്കാർ നിറഞ്ഞേക്കും കേൾക്കാനായിട്ട്. ഇപ്പോൾ അത് കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ഫാമിലി കോർട്ടായി, സെപ്പറേഷനായി. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? അതൊക്കെ അന്യരാജ്യത്ത് കണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ വരാൻ തുടങ്ങി. അത് ഞാൻ ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ഇത് ഈ പറഞ്ഞിരിക്കുന്ന കൾച്ചർ ലോകത്ത് എന്ത് കാണുന്നു ആ കൾച്ചർ ഇന്ത്യയിലോട്ട് വരും. അത് തീർച്ചയാണ്. കാരണം നമുക്ക് കൾച്ചർ, ഏത് കൾച്ചർ, തെറ്റിയ കൾച്ചർ നല്ല കൾച്ചറായാലും നമ്മൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്. ലിവിങ് ടുഗെദർ. ഇപ്പോൾ കുട്ടികൾ തന്നെ നമുക്ക് ഓരോ വീട്ടിൽ കാണുമ്പം അവർക്ക് തന്നെ പേടിയാണ്. കുട്ടികൾ പഠിക്കുന്നു, പുറത്ത് പഠിക്കുന്നു, കല്യാണം ആയെന്ന് ചോദിക്കും, അവർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ, കേരള കൾച്ചർ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കൾച്ചർ എന്ന സാധനത്ത് ഭയങ്കര ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഷിഫ്റ്റ് വന്ന പോലെ പല മേഖലയിലും ഷിഫ്റ്റ് വരുന്നു. അപ്പോൾ ആ ഷിഫ്റ്റാണ്. കേരളം നന്നാവും. കേരളത്തിന് എല്ലാ ഫ്യൂച്ചറും ഉണ്ട്. ഇതുപോലെ നല്ല സ്റ്റേറ്റ് കാണത്തില്ല. ഞങ്ങളെ പോലുള്ളവർ 40 വർഷമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന റോങ് പെർസെപ്ഷൻ
തെറ്റിദ്ധാരണ പുറത്ത് കൊടുത്ത് കേരളം നല്ല സംസ്ഥാനം അല്ലാന്നുള്ള നമ്മളെ മലയാളീസ് തന്നെ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുക. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ ഈ നാടിൻ്റെ ഒരു വികസനത്തിന് വേണ്ടിയൊരു കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ ഈ മേഖലയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഇത് സക്സസ് ആകുമെന്ന് അങ്ങേക്ക് തോന്നിയിട്ടുള്ള ഏതൊക്കെ മേഖലകളാണ്? ശരി, നമ്മൾ ബേസിക്കലി ഉണ്ടല്ലോ, നമ്മൾ സർവീസ് സെക്ടറിലോട്ട് കയറണം. കാരണം നമുക്ക് ഇൻ്റലക്ച്വൽ ക്രൗഡാണ്. നമുക്ക് കേരളത്തിൽ കുറേ സെക്ടേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. ഹെൽത്ത് കെയർ സെക്ടർ, ടൂറിസം, ലോജിസ്റ്റിക്. ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം ഹാർബർ, ഈ ഹാർബറൊക്കെ വരുമ്പം കേരളത്തിൽ കിട്ടുന്നാലും പ്രയോജനം തമിഴ്നാട്ടിന് പോകുന്നു. നമ്മളിവിടെ പറയുന്ന റീസൺ ഭൂമിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം, നമ്മൾ ഓരോ പ്രോജക്റ്റ് കൊണ്ടുവരും. ആദ്യം ഇന്ത്യയിൽ IT പാർക്ക് തുടങ്ങിയ സ്ഥലമാണ് തിരുവനന്തപുരം. നമ്മളെവിടെ പോയി? ഇപ്പോൾ 1 ലക്ഷം പേരെ കാണുള്ളൂ. ബാക്കി സ്ഥലത്ത് 15-20 ലക്ഷം പേര് വർക്ക് ചെയ്യുകയാണ്. നമ്മളെ ഭാഗത്ത് നമ്മളെല്ലാം തുടങ്ങി വിടാനായിട്ട് ഭയങ്കര മിടുക്കന്മാർ. ടെലിവിഷൻ, കെൽട്രോൺ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പോയാൽ കെൽട്രോണെ കാണും. എവിടെ പോയി? നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതേപോലെയാണ് നമ്മൾ കാണുന്ന ടൂറിസം. നമ്മൾ ഫസ്റ്റ് ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മളാണ് ടൂറിസം തുടങ്ങി വിട്ടത്. ഏറ്റവും കൂടുതൽ ടൂറിസം പ്രൊമോട്ട് ചെയ്ത സ്റ്റേറ്റ് നമ്മളാണ്. ആ ബാക്കി സംസ്ഥാനത്തൊക്കെ കേരളത്തിന് പോയി കണ്ടുപിടിക്കുക, ടൂറിസം കണ്ടോന്ന് ചോദിക്കുന്ന സംസ്ഥാനം അവരൊക്കെ നമ്മളെ കാലം അങ്ങോട്ട് മുന്നോട്ട് പോയി. സെയിം തിങ് ഹെൽത്ത് കെയർ. ഏറ്റവും ലോകത്ത് ചീപ്പസ്റ്റ് ഹെൽത്ത് കെയർ കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. അത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നില്ല. കാരണം അമേരിക്കയിൽ ഒരു കണ്ണ് ഒരു കാറ്ററാക്ട് ഓപ്പറേഷൻ ചെയ്യാൻ 2 വർഷം കാത്തിരിക്കണം. ഇവിടെ നമ്മൾ ഇന്ന് പോയി കണ്ട് കാറ്ററാക്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ മറ്റന്നാൾ പോയി ഓപ്പറേറ്റ് ചെയ്യാം. അവിടെ പറ്റില്ല. ഇവിടെ 10, 30, 40,000 രൂപ 50,000 രൂപ കൊടുത്ത കണ്ണ് ഓപ്പറേഷൻ നടക്കും. $5,000 $10,000 കൊടുക്കേണ്ടതാണ് അവർ സ്ഥിതി. നമ്മളത് സെല് ചെയ്യണം. നമുക്കിവിടെ സെല് ചെയ്യാം. കാരണം അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് പോലും അമേരിക്ക കിട്ടില്ല. അതിന് ഈ സ്വകാര്യ മേഖല തഴച്ചു വളരുന്നത് ഒരു ഘടകം തന്നെയാണോ? ആണ്, തീർച്ചയായിട്ടും ആണ്. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒത്തിരി ഉണ്ടല്ലോ. നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആൾക്കാർ പറയുന്നത് നോർമൽ ഒരു കേരളത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ച് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇരിക്കുന്ന കോസ്റ്റ് ബെയർ ചെയ്യാൻ പറ്റുന്നില്ലാണ് അവരുടെ പോയിൻറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ കോളേജ്, ഇപ്പോൾ നമ്മളെ മെഡിക്കൽ കോളേജൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തെന്ന് വെച്ചോ, ഈ വന്നിരിക്കുന്ന ആൾക്കാർ എന്തിനാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരണം? ഈ ഒരു സർജറി അവിടെ പോയി ചെയ്യുമ്പം, ഇപ്പോൾ കണ്ണാശുപത്രിയിൽ പോയി കാറ്ററാക്ട് ഓപ്പറേഷൻ ചെയ്താൽ കൂടി 1000 രൂപ വരും. ഇതേ സർജറി പ്രൈവറ്റ് സ്ഥലത്ത് ചെയ്യുമ്പം 45,000 രൂപ വരും. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് അവരുടെ കയ്യിലിരിക്കുന്ന ഗവൺമെൻറ് സർവീസ് ഓറിയൻറ്റഡ് ഓർഗനൈസേഷന്, റോഡ്, ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ, റോഡ്, ട്രാൻസ്പോർട്ട്, റോഡിന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട്, ഇങ്ങനെയുള്ള എല്ലാ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഗവൺമെൻറ് തന്നെ ചെയ്യണം. ഇതൊന്നും ഒരു പ്രോഫിറ്റബിലിറ്റി നോക്കി ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ സർവീസ് ഓറിയൻറ്റഡാണ്. അപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരാൾ അയാൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പേ ചെയ്യണം. ശേഷി ഇല്ലാത്ത ആളാണെങ്കിൽ കുറയ്ക്കും. ഇപ്പോൾ ശ്രീചിത്ര മെഡിക്കൽ സെൻറ്റർ, നമ്മുടെ കാർഡ് കൊണ്ട് കാണിച്ച് നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ അതിനനുസരിച്ചല്ലേ പേയ്മെൻ്റ് ഉള്ളൂ. അവിടെ അങ്ങനെയാണ് ആ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഗവൺമെൻറ് ചെയ്യണം. ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ഇല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ മെഡിക്കൽ കോളേജ്, നമ്മൾ ഏത് മന്ത്രി വന്നാലും MRI മെഷീൻ, CT സ്കാൻ, അൾട്രാസൗണ്ട് അങ്ങ് വാങ്ങിക്കുക. നേരത്തെ ഉണ്ടായ മെഷീൻ എന്താ കുഴപ്പം? ആർക്കും അറിഞ്ഞൂടാ. എന്തിനു വാങ്ങിക്കുന്നത് നമുക്കൊക്കെ അറിയാം എന്തിനാണ്. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ ഈ മെഷീൻ വാങ്ങിക്കാറില്ല. അതറിയാം. അവർ ചെയ്യുന്നത് ഈ കമ്പനിക്കാരുമായിട്ട് സംസാരിച്ച് ഈ മെഷീൻ കൊണ്ട് വയ്ക്കാൻ പറയും. ഇതിൻ്റെ റവന്യൂ ഷെയറാണ് അവർ എടുക്കുന്നത്. റവന്യൂ ഷെയർ എടുത്തിട്ട് 3 വർഷം കഴിയുമ്പം ടെക്നോളജി മാറും. ഈ മെഷീൻ എടുത്തുകൊണ്ടെങ്കിൽ പുതിയ മെഷീൻ കൊണ്ട് വയ്ക്കും. ഇതേ പോളിസി എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിലോ സർക്കാർ ആശുപത്രിയിൽ ഇത് ചെയ്യാൻ പറ്റാത്തതെന്താ? അവർക്ക് അവിടെ സപ്ലൈ ചെയ്യുന്ന അതേ ആൾക്കാർ തന്നെയായിരിക്കും ഉറപ്പായും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സെയിം ആൾക്കാരെ. നമ്മൾ ഇതിന് പോയി നമ്മൾ ഈ കാര്യത്തിനൊന്നും പോയി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യില്ല. ടെൻഡർ വിളിക്കും. L1, L2, L3. എന്തോന്ന് L1 എന്ന് പറഞ്ഞ സാധനത്തിന് ക്വാളിറ്റി ഉണ്ടെന്ന് എന്തോ ഉറപ്പുണ്ട്? സർക്കാർ ഒരു ജാംബോൻ്റെ കാലത്ത് ഏതോ ഒരു സായിപ്പ് പറഞ്ഞ സാധനം വെച്ച് L1, L2, L3. കാര്യം നമുക്ക് വിജിലൻസ് വരും. ഇവിടെ കേരളത്തിൻ്റെ കാര്യം എന്ത് ചോദിച്ചാൽ ഏത് ഉദ്യോഗസ്ഥന്മാരെ കാണാൻ ചെന്നാലും തീരുമാനം എടുക്കില്ല. പറയുന്നത് ഇത് ചെയ്യാം, നാളെ വിജിലൻസുകാർ വരും, അല്ലെങ്കിൽ നാളെ AG's ഓഫീസ് ഓഡിറ്റ് വരും, അല്ലെങ്കിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വരും. അത് വന്നാൽ എനിക്ക് പെൻഷൻ കിട്ടില്ല. ഇങ്ങനെയാണ് ഈ റീസൺസ് പറയുന്നത്. ഇതാണ് ഞാൻ എത്രയോ വർഷമായിട്ട് സർക്കാർ ഓഫീസിൽ കയറിക്കാണ്. പല ഓഫീഷ്യൽസും ഫയൽ എഴുതാൻ പേടിയാണ്. താഴെയുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ക്ലർക്ക് എന്ത് എഴുതുന്നു അത് യെസ് പറയാൻ മാത്രമേ ഇവരെ കൊണ്ട് പറ്റുള്ളൂ. അതിന് മറിച്ച് വെട്ടിയിട്ട് നീ പറയുന്നത് ശരിയല്ല, ഇന്ന കാര്യം പരിശോധിച്ച് അത് കൊടുക്കണം എന്ന് പറയാൻ ആളിന് പേടിയാണ്. കാര്യം ഒന്ന്, ഇത് ഏതെങ്കിലും ഒരാൾ മുകളിൽ ഉദ്യോഗസ്ഥനെ അയക്കും, സാർ അവന് വേറെ എന്തോ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അവൻ ഇങ്ങനെ എഴുതിയെന്ന് പറയും.
അപ്പോൾ ഇവനെ വാച്ചായി, ഇവനുടനെ വിജിലൻസായി. അല്ലെങ്കിൽ ഉടനെ ഇതൊരു മീഡിയയ്ക്ക്, ഇപ്പോൾ അന്ന് മീഡിയ ഇല്ല, ഇന്ന് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയ്ക്ക് എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ മീഡിയയ്ക്ക് എടുത്ത് കൊടുക്കും, മീഡിയക്കാരെടുത്ത് കത്തിക്കും. അതോടെ ഈ പദ്ധതി അങ്ങ് തീരും. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനും ഇന്ന് നമ്മൾ കാണുമ്പം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തമായിട്ട് നല്ല രീതിയിൽ തീരുമാനം കൊടുക്കാൻ പറ്റുന്നില്ല. തീരുമാനം കൊടുക്കാൻ പറ്റാത്ത പേടിയുണ്ടാകും. പേടി വരുന്നത് എന്തുകൊണ്ടാണ്? വിജിലൻസ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, ഇത് കേരളം ഭരിക്കുന്നത് വിജിലൻസ് ആണോ? വിജിലൻസ് വിചാരിച്ചാലേ കേരളം തീരുമാനമാവുള്ളൂ. അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന മീഡിയ ആണോ? അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന സോഷ്യൽ മീഡിയ ആണോ? ഈ 3 ആൾക്കാരെ പേടിച്ച് ഒരു സാധനം ചെയ്യാതിരിക്കണമെങ്കിൽ കേരളം എങ്ങോട്ട് പോകും? നമ്മൾ മീഡിയ, ഞാനും ഒരു ജേർണലിസം പാസ്സായ ആളാണ്. മീഡിയ ഒക്കെ വേണം. മീഡിയ എന്ന് പറയുന്നത് ഈസ് ഓൺലി എ വാച്ച് ഡോഗ്. മീഡിയ കനോട്ട് ഡിക്റ്റേറ്റ് ടു അസ് വാട്ട് വി ഷുഡ് ഡു. തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിച്ച് കറക്റ്റ് ചെയ്യാനാണ് മീഡിയ വെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർക്ക് ലൈസൻസ് ഇല്ല, അവർക്ക് ഒരു ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് ഒരു ടെലിവിഷൻ ചാനൽസ് റെഗുലേറ്റഡ് ആണ്, സോഷ്യൽ മീഡിയയ്ക്ക് ഒരു റെഗുലേഷൻ ഇല്ല. അപ്പോൾ സോഷ്യൽ മീഡിയ വരുമ്പോൾ ഇത് വൈറലായി പോകുന്നു. പല പുതിയ ഞാൻ ഫേസ്ബുക്കിലൊന്നുമില്ല, പലതും വൈറലായി പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയി പോകുന്നു, ഇങ്ങനെ എല്ലാവർക്കും പേടിയാണ്. ഒരാൾ മോശമായിട്ട് ചിത്രീകരിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ വിചാരിച്ച് അയാളുടെ കംപ്ലീറ്റ് എഫിഷ്യൻസി ഇല്ലാതാക്കും. ഒന്നിൽ കൈക്കൂലിക്കാർ, മദ്യപാനി, അല്ലെങ്കിൽ വുമനൈസർ, എന്തെങ്കിലും 3-4 പേര് ചേർത്ത് കൊടുത്തു കഴിയുമ്പം ആ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കഴിവ് മൊത്തം സീറോ ആവും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയ ആയാലും ശരി, നിങ്ങളുടെ പ്രിൻറ്റ് മീഡിയ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ആയാലും ശരി, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ റെസ്പോൺസിബിൾ ജേർണലിസം ചെയ്താൽ വിൽ ബി ഓൾവേസ് ബെറ്റർ ഫോർ ദി ഗ്രോത്ത് ഓഫ് ദി സ്റ്റേറ്റ്. നിങ്ങൾ ചെയ്യുന്ന ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകുമ്പം കേരളത്തിൻ്റെ ഭാവിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആരും വരാത്തത്. ബാക്കി സ്റ്റേറ്റിൽ ഇതുപോലെ മീഡിയ ശല്യം ഇല്ലല്ലോ, സോഷ്യൽ മീഡിയ ശല്യം ഇല്ലല്ലോ, ആർക്കും സമയമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ മാറണം. ഞാനും പറയുന്ന എല്ലാവർക്കും ഫ്രീഡം വേണം, സോഷ്യൽ മീഡിയയ്ക്കും ഫ്രീഡം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നമ്മൾ ചില നമ്മുടെ ഫ്രീഡത്തിനകത്ത് കയറി കൈ കടത്താനായിട്ടുള്ള അനുവദിക്കരുതെന്നുള്ളതാണ് എൻ്റെ പ്രീതി. അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവുള്ള ഓഫീസേഴ്സ് വേണം, അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവുള്ള മന്ത്രിമാർ വേണം, ഇത് ഓവർകം ചെയ്യാനുള്ള കഴിവുള്ള മുഖ്യമന്ത്രിയും വേണം. അല്ലാതെ ഇവരൊക്കെ പേടിച്ചാൽ പിന്നെ എന്തിനാ ഇലക്ഷൻ വോട്ട് വാങ്ങിച്ച് ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? ഈ പറഞ്ഞ 3 പേരെ പേടിച്ചാണ് ഇവിടെ ഇരുന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ജോലിയിൽ വന്നിരിക്കരുത്. നിങ്ങൾ രാഷ്ട്രീയം മതിയാക്കി വീട്ടിലിരിക്കുക. അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്യത്തില്ല. ബ്യൂറോക്രാറ്റ്സ്, IAS, IPS, നല്ല ഓഫീസേഴ്സുണ്ട്, നല്ല ഓഫീസേഴ്സ് അല്ലാത്ത ആൾക്കാരുണ്ട്. കാര്യം നല്ല ഓഫീസേഴ്സിന് ചെയ്യാൻ പറ്റുന്നത് അവരുടെ കൈ കെട്ടിയിരിക്കുക. കാര്യം അവർക്ക് ചെയ്യണമെന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. അല്ലാത്ത ഓഫീസേഴ്സ് സുഖമായിട്ടിരിക്കുക, ഞാൻ ഒന്നും ചെയ്താൽ എനിക്കൊരു പ്രോബ്ലം ഇല്ലല്ലോ. ഒരു കാലത്ത് ഈ അധികാരത്തിന് ഇടനാഴിയിലിരുന്ന പല വ്യക്തികളും പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു, ചില കേസുകളിൽ അകപ്പെടുകയും അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ മറ്റുള്ളവർക്ക് ഒരു വല്ലാണ്ട് അവരെ പിന്നിലോട്ട് നോക്കുമ്പോൾ അവർ ഡൈനാമിക് ആയിട്ട് പല ഡിസിഷൻസ് എടുത്തു. ആ ഡിസിഷൻസ് നാളെ തെറ്റിന് പറഞ്ഞ് കാണിച്ച് ഏതെങ്കിലും ഒരു കേസ് കൊടുത്താൽ ഫയൽ ചെയ്യുന്നു. ഈ ഫയൽ ചെയ്യുന്ന കേസ് ആരാ ഫയൽ ചെയ്യുന്നത്? ഒരു പബ്ലിക്കാണ്, ഏതെങ്കിലും തേർഡ് പാർട്ടിയാണ്. ആ ഉദ്യോഗസ്ഥൻ ഫയൽ ചെയ്ത അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഫയൽ ചെയ്യുന്ന കേസാണ് അന്ന് വന്നിട്ട് പൊങ്ങി വന്നിട്ട് അവസാനം എന്ത് പറ്റുന്നു? ഈ ഉദ്യോഗസ്ഥനെ ഇപ്പം ശ്രീ ജിജി തോംസൻ്റെ സ്ഥിതി എടുക്കുക. പാം ഓയിൽ കേസ്, എന്തോന്ന് പാം ഓയിൽ, അതേ ജൂനിയർ ഓഫീസറായിരുന്ന ഒരാൾ അദ്ദേഹം വന്നിട്ട് ഏതോ തീരുമാനം എടുത്ത് തൊട്ട് മുകളിൽ സെക്രട്ടറി ഉണ്ട്, റവന്യൂ ബോർഡ് മെമ്പറുണ്ട്, മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. ഇതിലുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞു. ശ്രീ ജിജി തോംസൺ ഇപ്പോഴും പാം ഓയിൽ കേസിന് പേരും പറഞ്ഞ് വേട്ടയാടുകയാണ്. ഒരു സർക്കാരും തൊടില്ല. കാര്യം ദർ ഇസ് എ പെൻഡിങ് കേസ്. ശ്രീ PJ തോമസ് ഏറ്റവും നല്ല ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ഏറ്റവും നല്ല പോസ്റ്റ് കൊടുത്തിട്ട് അവർ കൊണ്ടുവരാൻ പോയി. ആ പോസ്റ്റ് വന്നപ്പോൾ എന്തോ ഒരു കാര്യം പറഞ്ഞ് പാം ഓയിൽ കേസ് പിന്നെ വന്നു, അദ്ദേഹം വെളിയിലായി. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത്? ശ്രീ ജിജി തോമസൻ എപ്പോഴും എൻ്റെ പറയാറുണ്ട്, ഞാനിത് എന്തിനു ചെയ്തു, എനിക്ക് എന്ത് ബെനിഫിറ്റ്, ഞാൻ എന്തെങ്കിലും ഇത് കോടിക്കണക്കിന് സമ്പാദിച്ചു? ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു തീരുമാനം, എൻ്റെ ചെറുപ്പകാലത്ത് എടുത്ത തീരുമാനത്തിന് എനിക്ക് കിട്ടിയ ഒരു ശിക്ഷ ഇപ്പം അത് എൻ്റെ ജീവിതകാലം മൊത്തം അലട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇന്നും മാറാൻ പറ്റിയിട്ടില്ല അതിന്. എന്ന് ഞാൻ മരിക്കുന്നു അത് അതിൻ്റെ കൂടെ പോകും. അതോടെ പാം ഓയിൽ കേസ് തീർന്നു. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇതെന്തോന്ന് നിയമമാണ്? ഇത് ഏത് ലോകത്തുണ്ട്? ഇന്ത്യയുടെ മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു സാധനം. അതുകൊണ്ട് ശ്രീ മോഡിയുടെ കാര്യമൊക്കെ നമ്മൾ നോക്കണം. എന്ത് ബോൾഡായിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്? അവർക്ക് പേടിയൊന്നുമില്ലല്ലോ. ഇവിടെ ഉള്ളവർക്ക് എന്താ ഇത്ര പേടിക്കുന്നത്? ആ ഇരിക്കുന്ന ഡിസിഷൻ എടുത്തു, അത് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകണം. ഇത് ഏതോ ഒരാളെ കൊണ്ട് കേസ് കൊടുക്കും, ആ കേസ് കൊടുത്തവനും മരിച്ചുപോയി. ഇതൊന്നുമില്ല. ഈ കേസ് എഴുതുക, ഇത് കോടതി ഇങ്ങനെ പോയി കുറേ വക്കീൽമാർക്ക് പൈസയും കിട്ടും, കാലാകാലം കേസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഒരു രാജ്യത്തിന് ബെനിഫിറ്റ് ഉണ്ടോ? സ്റ്റേറ്റിന് ബെനിഫിറ്റ് ഉണ്ടോ?
നമ്മളെ പബ്ലിക്കിന് ബെനിഫിറ്റ് ഉണ്ട്, ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ മാറി മാറി ഇത്രയും കാലം ഭരിച്ച ഒരു സർക്കാരിനും ഒരു ഡിസിഷൻ മേക്കർ അല്ല. ഇല്ലല്ല, സർക്കാരിന് ഡിസിഷൻ എടുക്കാനുള്ള കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ആ ഇരിക്കുന്ന ചീഫ് മിനിസ്റ്ററിൻ്റെ ഇപ്പോൾ ശ്രീ കെ കരുണാകരൻ അദ്ദേഹം ഡിസിഷൻ എടുക്കുമായിരുന്നു. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പല ഡിസിഷൻ എടുത്തിട്ടുണ്ടല്ലോ. ശ്രീ പിണറായി വിജയൻ എത്രയൊക്കെ ഡിസിഷൻ എടുക്കുന്നുണ്ടല്ലോ. നമ്മൾ കാണുന്നില്ലേ, രണ്ടുപേരും നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പം രണ്ടുപേരും ഡെമോക്രാറ്റിക്കലി ഓട്ടോക്രാറ്റിക്കാണ്. അവർ ഡെമോക്രാറ്റിക്കാണ്, ഓട്ടോക്രാറ്റിക്കുമാണ്. അല്ലെങ്കിൽ തിരിച്ചും പറയാം, ഓട്ടോക്രാറ്റിക്കലി ഡെമോക്രാറ്റിക്കാണ്. അവർ അത്രയും കൺട്രോൾ അവരുടെ കയ്യിലുണ്ട്. അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും, അതിനകത്ത് സംശയമൊന്നും വേണ്ട. പക്ഷേ അങ്ങനെ ഡെമോക്രാറ്റിക്കലി ഓട്ടോക്രാറ്റിക്കോ അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക്കലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ളവരെ ആ ഗവൺമെൻറ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കൊണ്ടുവന്ന് നമ്മളിപ്പം നാഷണൽ ഹൈവേ ഇന്ത്യ മൊത്തം 60 മീറ്ററാണ് നാഷണൽ ഹൈവേ. കേരളത്തിലെ കാര്യം വന്നപ്പോൾ ഇവിടെയുള്ള 2 UDF LDF നേതാക്കന്മാർ ഡൽഹി ചെന്ന് ഞങ്ങൾക്ക് 30 മീറ്റർ മതി. ഇപ്പം 30 മീറ്റർ പറ്റില്ല, 45 മീറ്റർ പറ്റുമെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞപ്പം 40 മീറ്റർ നമ്മളിപ്പം കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു തികയത്തില്ല, ഈ റോഡ് കുറച്ചുകൂടെ വീതി വേണമായിരുന്നു, ഇപ്പോൾ 60 മീറ്റർ ആയിരുന്നു. അതല്ലേ എല്ലാവരും പറഞ്ഞു. എക്സ്പ്രസ് ഹൈവേ വരാമെന്ന് പറഞ്ഞു കേരളം മൊത്തം. അന്ന് ശ്രീ MK മുനീർ ഇരുന്ന സമയത്ത് ആ എക്സ്പ്രസ് ഹൈവേ വരാനായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ നിൽക്കുമ്പം നമ്മളെ ഇരിക്കുന്ന പ്രതിപക്ഷം ഇരിക്കുന്ന നേതാക്കന്മാർ പല മീഡിയയിലുള്ള അവർ മീഡിയ നടത്തുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു എക്സ്പ്രസ് ഹൈവേ പറ്റില്ല, നമുക്ക് നാട് രണ്ടായി പോകും, ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തുമായി പോകും. അങ്ങനെ ഒരു ഫീലിംഗ് കൊടുത്ത് ആ എക്സ്പ്രസ് ഹൈവേ ഇല്ലാതായി. പിണറായി വിജയൻ വന്നപ്പം അത് നടപ്പിലാക്കും എന്നൊരു തീരുമാനത്തിൽ മുന്നോട്ട് പോയി. കൂടംകുളം പവർ പ്രോജക്റ്റിന് പവർ കൊണ്ടുവരാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞ് പറ്റില്ല, അത് പ്ലാന്റേഷൻ വഴി വരുന്നു, സമ്മതിക്കത്തിലാണ്. ഇതേ വന്നപ്പോൾ പറഞ്ഞ് ഏത് പ്ലാന്റേഷൻ ആയാലും പവർ ഇല്ലാതെ പറ്റില്ല, കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈൻ ഇടാൻ പറഞ്ഞു. ഒരു സ്ഥലത്ത് വന്നപ്പോൾ അങ്ങ് നിന്നുപോയി. ഇതേ വന്നപ്പോൾ പറഞ്ഞ് ഗെയിൽ പൈപ്പ് ലൈൻ ഇടും, പോലീസ് പ്രൊട്ടക്ഷൻ ചെയ്യും. അപ്പം നമുക്ക് ഗട്ട്സുണ്ട്, ധൈര്യമുണ്ട്, വരുന്നിടത്ത് വെച്ച് കാണാം, എന്ത് വന്നാലും ഞാനത് തടുത്ത് നിൽക്കുമെന്നുള്ള ധൈര്യമുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ഏത് പ്രോജക്റ്റും നടക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പം എപ്പോഴും നമ്മൾ ഓർക്കുന്ന 2 പേരാണ് ശ്രീ കെ കരുണാകരനും ശ്രീ പിണറായി വിജയനും. ഞാൻ ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല. ഞാൻ നല്ല ലീഡേഴ്സിനെ അഡ്മയർ ചെയ്യുന്ന ആളാണ്. ഇന്ന് ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. ഞാൻ ഒരു BJP കാരനൊന്നുമല്ല. അദ്ദേഹം ഇന്ത്യക്ക് തന്നിരിക്കുന്ന ഒരു വിസിബിലിറ്റി, അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്ന റെസ്പെക്റ്റബിലിറ്റി, നമ്മൾ അന്യ രാജ്യത്ത് പോകുമ്പം നമ്മളെ പാസ്പോർട്ടിന് എന്നെ വിലയുണ്ടെന്ന് അറിയാം. ഒരു കാലത്ത് യു ബ്ലഡി ഇന്ത്യൻസ് എന്ന് തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. നിങ്ങൾ ഇന്ത്യക്കാർ അങ്ങനെ മാറി എന്ന് പറയുന്ന ഒരു കാലത്ത് എന്നാൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് പല രാജ്യത്ത്, ഈവൻ ഗൾഫിൽ പോകുമ്പോൾ അതൊക്കെ മാറിയില്ലേ. ഇന്ത്യൻസിനെ ആൾക്കാർ റിസീവ് ചെയ്യുന്നു, അവർ ഭയങ്കര പ്രൗഡായിട്ട് നമ്മളെ പറ്റി പറയുന്നു, ലോകം മൊത്തം ഇന്ത്യൻസിനെ മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് വന്നത് എങ്ങനെയാണ്? ഒരു ഗവൺമെൻറ് കാലാകാലങ്ങളായി ഇമേജ് വളർത്തിയെടുത്തു. നമ്മൾ ഈസ് എ പെർഫോമിംഗ് ഇൻഡസ്ട്രി, വി ആർ പെർഫോമിംഗ് ഇക്കണോമി, വി ആർ ഗ്രോയിങ് ബെറ്റർ, GDP ഗ്രോത്ത് ഈസ് കൺസിസ്റ്റൻറ്റ്, ലോ ആൻഡ് ഓർഡർ ഈസ് വെരി ഗുഡ്, എല്ലാ കൺട്രീസും ഇന്ത്യയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്നു. ഇങ്ങനെ വന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതാരാണ്? ആ ലീഡറാണ്. അപ്പോൾ ആ ലീഡർ കൊണ്ടുവരുന്ന സാധനമാണ് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു വിജയമാണ് നമ്മളിപ്പം എൻജോയ് ചെയ്യാതിരിക്കുന്നത്. ഇത് അങ്ങോട്ട് പോകും. അതിപ്പോൾ ഏത് പാർട്ടി ആയാലും നാളെ ശ്രീ നരേന്ദ്രമോദിയുടെ കാലം കഴിഞ്ഞ് വേറെ ആൾ വരും, ശ്രീ പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞ് വേറെ. പക്ഷെ വരുന്ന ആൾക്കാർ ലീഡേഴ്സ് ആയിരിക്കണം. അല്ല നനഞ്ഞ കൈ വെച്ച് മീൻ പിടിക്കാൻ നോക്കുന്ന പരിപാടി നടക്കില്ല. അത് പോകേണ്ട കാലം കഴിഞ്ഞു. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് എല്ലാ ലീഡേഴ്സും വരും, അവിടെ ആ സീറ്റ് വന്നിരിക്കുമ്പോൾ സ്വഭാവം മാറും. ആൾക്കാർ പറയുന്ന പോലീസുകാരനെ കണ്ടു കഴിഞ്ഞാൽ പരിചയമുള്ള പോലീസുകാരൻ 2 അടി കൂടുതൽ തരും എന്ന് പറയും. കാര്യം ഞാൻ അവർ യൂണിഫോം ഇടുമ്പോൾ അവരുടെ ബിഹേവിയർ ചേഞ്ച് വരുന്നു. അതേപോലെ സീറ്റ് വന്നിരിക്കുമ്പം അവർ ഓർക്കുന്നില്ല നാളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വന്ന പൊളിറ്റീഷ്യൻസ് ആയാലും ബ്യൂറോക്രാറ്റ്സ് ആയാലും റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും പത്രത്തിൽ ആർട്ടിക്കിൾ എഴുതുക, ലേഖനം എഴുതുക, ബുക്ക് ഇറക്കുക, കേരളം ഇങ്ങനെ ആയിരിക്കണം, കേരളം അങ്ങനെ ആയിരിക്കണം. അവിടെ ഇരുന്നപ്പോൾ ഒന്നും ചെയ്തില്ല, ഇരുന്ന സമയത്ത് തുറന്ന് പറഞ്ഞിട്ടുമില്ല. ഇത് എന്ന് ഇറങ്ങി വന്നു എല്ലാം കാര്യം കഴിഞ്ഞപ്പോൾ ഒരു ബുക്ക് എഴുതുന്നു, നമ്മൾ കേരളം ഇങ്ങനെ ആയിരിക്കണം, കേരളം അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്ത IAS കേരളത്തിന് ഭരണം മാറ്റണം, ഇങ്ങനെ അവിടെ ഇരുന്ന് എഴുതി കൊടുക്കാത്തത് ഭരണം ഇങ്ങനെ മാറ്റണം, ഇങ്ങനെ പോയാൽ കേരളം നന്നാവണം പറയാൻ അവരെ കൊണ്ട് പറ്റിയില്ല, ചങ്കുറ്റമില്ല. റിട്ടയർ ചെയ്ത് കഴിയുമ്പം എല്ലാവരും വീരവാദം അടിക്കാനായിട്ട് കാണും. എനിക്കറിയാനുള്ള എത്രയോ ആൾക്കാരുണ്ട് റിട്ടയർ ചെയ്ത് ആർട്ടിക്കിൾസ് എഴുതിക്കൊണ്ടിരിക്കും പേപ്പറിൽ, റോഡ് ട്രാഫിക് ഇങ്ങനെ ഇരിക്കണം, ടൗൺ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് CTP ആയിരുന്ന ആൾക്കാർ മറന്നുപോയി. CTP ആയിരുന്നപ്പോൾ ഇതൊന്നും ചെയ്തില്ല. കഴിഞ്ഞ് വന്നപ്പോൾ പറയാം ട്രാഫിക് ജംഗ്ഷൻ പുതുക്കുന്നത് എങ്ങനെയാണ്, അവിടെ നമുക്ക് പ്രതിമ വയ്ക്കാൻ പാടില്ലായിരുന്നു.
ഇത് ഐലൻഡ് ചെറുതാക്കിയിരുന്നെങ്കിൽ ട്രാഫിക് ജാം, ഇയാൾ അവിടെ ഇരുന്നതല്ലേ, ഇയാൾ എന്തുകൊണ്ട് ഇത് എഴുതി കൊടുത്തില്ല? ചെയ്യില്ല. ഇവിടെ കാണുന്ന ഹിപ്പോക്രസിയാണ്, പ്യോർ ഹിപ്പോക്രസി. ഇപ്പോൾ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡൻ്റാണ് താങ്കൾ. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു വികസന കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത്, നമ്മൾ 1956 കേരളം വന്നു. അന്ന് മുതൽ തിരുവനന്തപുരത്തിന് ശാപം തുടങ്ങി. അതുവരെ ട്രാവൻകോർ സ്റ്റേറ്റിൻ്റെ ഹെഡായിരുന്നു നമുക്ക്. അപ്പം ആ ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് കേരള സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായി എന്നുള്ള സത്യമാണ്, തലസ്ഥാനം. പക്ഷെ ആ തലസ്ഥാനത്ത് കിട്ടേണ്ട ഒരു ഫോക്കസോ ആ തലസ്ഥാനത്ത് കിട്ടേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. ബാക്കി സംസ്ഥാനത്ത് നമ്മൾ നോക്കുമ്പോൾ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് അന്നൊന്നും അല്ലായിരുന്നു. ആ തലസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും പ്രയോറിറ്റി ഉണ്ട്. നമുക്ക് പ്രയോറിറ്റിയെ കിട്ടിയില്ല. രാഷ്ട്രീയക്കാർ, അത് LDF ആവട്ടെ UDF ആവട്ടെ, തിരുവനന്തപുരത്ത് ഒരു ഭരണകേന്ദ്രമായി മാറി. അപ്പോൾ ഇവിടെ വരുന്നു, ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് താമസിക്കുന്നു, അസംബ്ലി കൂടുന്നു, ഗവൺമെൻറ് ഇവിടെയാണ്, സെക്രട്ടേറിയറ്റ് ഇവിടെയാണ്, ഹൈക്കോടതി കൊച്ചിയിലാണ്. ആൾക്കാർ വരുന്നു, അവർക്ക് ഇവിടെയുള്ള ആൾക്കാർ, ഇവിടെയുള്ള മേ ബി ലോക്കലായിട്ടുള്ള പോളിറ്റീഷ്യൻസ് അത്രയുമുള്ള കെൽപ്പോ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർക്ക് എതിർത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ കാണുമ്പം വരുന്ന നേതാക്കന്മാർ അവരെ കോൺസ്റ്റിറ്റ്യുവൻസി നന്നാക്കുക. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എല്ലാവരും 140 MLA-മാരുടെയും സ്ഥലമാണ്, ആരും ഓർക്കുന്നില്ല. ഇത് നമ്മളെ തലസ്ഥാനമാണ്. ഇപ്പോൾ ഡൽഹി ഇരിക്കുന്ന, ഇപ്പോൾ അവിടെ ഇരിക്കുന്ന MP-മാരെ ഒന്നും ഡൽഹിയെ പറ്റി ഓർക്കാതിരുന്നാൽ നമ്മളൊരിക്കലും ഇന്ത്യയിൽ ഡൽഹി എന്ന് പറയാൻ പറ്റില്ല. ഡൽഹി എന്ത് പറ്റിയ, ഡൽഹിക്ക് ഒരു ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്, അതിന് സെപ്പറേറ്റ് മിനിസ്ട്രി ഉണ്ട്. ഇവിടെ ഒരു മിനിസ്ട്രി പോലും ഉണ്ടായിട്ടില്ല. ഇന്നും നിലവിൽ അടുത്ത ഇലക്ഷൻ വരുന്നു, ഒരു പ്രത്യേക ഒരു മന്ത്രി വയ്ക്കണം, ഒരു മന്ത്രിക്ക് കീഴിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കണം. ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത് ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ തിരുവനന്തപുരത്തിന് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കിട്ടുള്ളൂ. നമ്മളെന്നും കാലാകാലങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സിറ്റിയായി മാറി. ഇത് മാറ്റിയെടുക്കാനാണ് നമ്മളെല്ലാം ശ്രമിച്ചത്. കാര്യം ഒരു ഗോഡ് ഫാദർ എന്നൊരു സാധനമില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു ഗോഡ് ഫാദർ ഇല്ല, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരില്ല. നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇതിന് പുറകെ നടന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് മാക്സിമം നമ്മൾ പൊളിറ്റിക്കൽ ജനപ്രതിനിധികളൊന്നും വേണ്ട രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഇല്ല, മന്ത്രിമാർ പറഞ്ഞാൽ ചാർജ് കൊടുക്കുകയേ ഉള്ളൂ. ഒരു മിനിസ്റ്റർ ഫോർ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയൊന്നുമില്ല. അല്ലെങ്കിൽ മിനിസ്റ്റർ ഫോർ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ്, അത് ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. ഇതൊരു ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും മന്ത്രിയുടെ കീഴിൽ കൊടുക്കും. സെപ്പറേറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല. ഒരു ക്യാപിറ്റൽ സിറ്റിക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഒരു മന്ത്രി വേണം. ആ മന്ത്രി വേണം ക്യാപിറ്റൽ സിറ്റി റിക്വയർമെൻറ്റ് മൊത്തം കാണാൻ. നമ്മുടെ സിറ്റിയല്ല, ഇത് സംസ്ഥാനത്തിൻ്റെ സിറ്റിയാണ്, സംസ്ഥാനത്തെ തലസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ തലസ്ഥാനം കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു മന്ത്രിക്കാണ്. അത് നമ്മൾ തിരുവനന്തപുരക്കാർക്ക് മാത്രം പ്രയോജനം കിട്ടുമെന്ന് വിചാരിക്കരുത്. കേരളം നമ്മുടെ തലസ്ഥാനമായിട്ടിരിക്കുന്ന ഹെഡ് അല്ലെങ്കിൽ തലസ്ഥാനം എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ സിറ്റി ആണ് നമ്മൾ കേരളത്തിന് പ്രൊജക്റ്റ് ചെയ്ത്, കേരളം എന്തുവാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ബാക്കി സിറ്റി ഇങ്ങനെ ആവേണ്ടെന്ന് ഞാൻ പറയത്തില്ല. എല്ലാ സിറ്റിയും നല്ലതാണ്, കൊച്ചി നല്ലതാണ്, കോഴിക്കോട് നല്ല, തൃശ്ശൂർ, കൊല്ലമൊക്കെ നല്ലതാണ്. പക്ഷെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രയോറിറ്റി നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ വന്നപ്പം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം. അപ്പം ഞാൻ ചേംബർ ഓഫ് കോമേഴ്സ് എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. നമ്മളപ്പോൾ അതിന് വേണ്ടിയുള്ള ഇക്കോ സിസ്റ്റം നന്നാക്കി. അങ്ങനെ ഓരോ മന്ത്രിമാരെ പോയി കണ്ടു, ഓരോ MP-മാരെ കണ്ടു, ഉദ്യോഗസ്ഥന്മാരെ പോയി കാണാൻ തുടങ്ങി. ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി നടന്നു, ഫയലിൽ കെട്ടിക്കിടന്ന സാധനം അഴിച്ചെടുത്തു. അങ്ങനെ ഓരോന്ന് ചെയ്താണ് ഇപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാം ആയിട്ടുണ്ടെന്ന് ഞാൻ പറയത്തില്ല, ഒരുവിധം തിരുവനന്തപുരം അവർ ഫോക്കസ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന പല അദാനിക്കാരായാലും ശരി, ശ്രീ യൂസഫ് അലി ആയാലും ശരി, ശ്രീ രവി പിള്ള ആയാലും ശരി, എല്ലാവരും ഇവിടെ വരുമ്പം ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഡസ്ട്രി ലീഡേഴ്സിന് പറയുന്നത്, നിങ്ങളുടെ എല്ലാ ആവശ്യവും ഞങ്ങൾ കാണും, ഞങ്ങളെ സമീപിക്കാം. കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞങ്ങൾ ഓടിക്കോളാം. നിങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടി ഇത് പൂട്ടിക്കെട്ടി പോകരുത്, ഞങ്ങൾ എല്ലാത്തിനും കൂടെ ഉണ്ട്. വി വിൽ ഹാൻഡ് ഹോൾഡ് യു ഫോർ ഓൾ സപ്പോർട്ട്. അത് എല്ലാ ഇൻഡസ്ട്രീസ് വരുന്ന ആൾക്കാരത്തും പറയുന്ന സെയിം ഡയലോഗാണ്. നമ്മളിവിടെ ഉണ്ട്, എന്താവശ്യം വന്ന് ഞങ്ങളുടെ അടുത്ത് വരിക, ഞങ്ങൾ എങ്ങനെയും കൂടെ വന്ന് സഹായിച്ചു തരും. അങ്ങനെ ഒരു കോൺഫിഡൻസ് കൊടുത്താണ് ഇൻഡസ്ട്രീസ് വരാൻ തുടങ്ങിയിരിക്കുന്നത്. നിലവിൽ ഇവിടുത്തെ ഒരു വികസന മുഖച്ഛായയൊക്കെ മാറുന്നതിന് വേണ്ടി ഒരു കോൺസെപ്റ്റ് എന്താണ് സാറിന്? മുഖച്ഛായ മാറണമെന്ന് ഞാൻ ട്വാനത്ത് നമ്മൾ ക്യാപിറ്റൽ റീജിയൻ്റെ കീഴിൽ വരണം. അപ്പോൾ ഞങ്ങളിപ്പം ഇത് പേര് കൊടുക്കുക സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ, ഞങ്ങൾ കൊടുത്ത പേരാണ്, ആരും കൊടുത്ത പേരല്ല. അത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കന്യാകുമാരി, തിരുനെൽവേലി, ഇത്രയാണ് നമ്മുടെ ക്യാച്ച്മെൻറ്റ് ഏരിയ. ആൾക്കാർ വരുന്ന ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന അവരാണ്. അപ്പോൾ ആ ക്യാപിറ്റൽ റീജിയന്
നമ്മൾ കൊടുക്കുമ്പം ആ ക്യാപിറ്റൽ റീജിയൻ്റെ നമ്മൾ നമ്പേഴ്സ് കിട്ടും. ഇപ്പോൾ നമുക്ക് നമ്പേഴ്സ് വെച്ച്, അപ്പോൾ ഫോർ എക്സാമ്പിൾ ലുലുവിൽ 2024 ലുലുവിൽ 6 കോടി പേര് വിസിറ്റ് ചെയ്തു, ഫുട്ഫോൾസ് എന്ന് പറഞ്ഞാൽ 50 ലക്ഷം പേര് ഒരു മാസം വന്നു. എല്ലാം തിരുവനന്തപുരക്കാരൊന്നുമല്ല. അപ്പോൾ നമുക്ക് ആ എക്കോ സിസ്റ്റം കൊടുക്കുമ്പം പതുക്കെ ഇപ്പം IT 75,000 പേരുണ്ടായിരുന്ന IT പാർക്ക് ഇപ്പം 1 ലക്ഷം പേരായി. ഇവിടെ സിറ്റിക്കകത്ത് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസ് വന്നു. പലരും ഇവിടെ IT ജോലിയിൽ തിരുവനന്തപുരത്ത് വരാൻ താല്പര്യമില്ലാതെ അവർ ചോദിച്ചാൽ ഇവിടെ മോളില്ല, ഇവിടെ മൾട്ടിപ്ലക്സ് ഇല്ല, നമ്മൾ എന്തിനു വരണം? ബാംഗ്ലൂർ അതുണ്ട്, റെസ്റ്റോ ബാറിൽ ഇപ്പോൾ ഈ റെസ്റ്റോ ബാറും ഉണ്ട്, മോളും ഉണ്ട്, മൾട്ടിപ്ലക്സും ഉണ്ടല്ല. അപ്പോൾ എല്ലാ എക്കോ സിസ്റ്റം ഒത്തു വന്നപ്പം ഈ സിറ്റി ആൾക്കാർക്ക് വന്ന് റിസൈഡ് ചെയ്യാൻ താല്പര്യപ്പെട്ടു. എല്ലാ രീതിയിലും ക്ലൈമറ്റ് വൈസും നമ്മൾ ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞ ഒരു വ്യത്യാസമുള്ളത് 30 മിനിറ്റ് കൊണ്ട് ഏതറ്റത്ത് എത്താൻ പറ്റും. ഇന്ത്യയിൽ ഒരു സിറ്റിയിലും പറ്റില്ല, കേരളത്തിലും അങ്ങനെ ഒരു സിറ്റിയിൽ എത്താൻ പറ്റില്ല. നമുക്ക് ഏത് അറ്റം മുതൽ കഴക്കൂട്ടം മുതൽ ഇങ്ങോട്ട് എടുത്താലും നമുക്ക് 30 മിനിറ്റ്, സിറ്റി ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് സിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഏത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യം നടത്തിയെടുക്കാനും പറ്റും. അപ്പോൾ അത് കണ്ടപ്പം പിന്നെ നമുക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട്, പവർ കിട്ടുന്നുണ്ട്, റോഡൊക്കെ പല സിറ്റിയെക്കാളും ഭേദപ്പെട്ട റോഡാണ്, വീതിയുണ്ട്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇത് ഷോക്കേസ് ചെയ്ത് നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇവിടെ കാണുന്ന ഒരു പ്രോബ്ലം, തിരുവനന്തപുരത്തൊരു പേര് ഉപയോഗിക്കാൻ എല്ലാവർക്കും മടിയാണ്. സെക്രട്ടറി ഇരിക്കുന്നവരാണോ പേര് ഇടുന്നവരാണോ എനിക്കറിയത്തില്ല. ഏത് പേരിട്ടാലും തിരുവനന്തപുരം പേരിടില്ല. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്, അത് ട്രാൻഡം ഇൻ്റർനാഷണൽ സീപോർട്ട് ഇട്ടാൽ എന്താ കുഴപ്പം? കൊച്ചിൻ ഷിപ്പ്യാർഡ് വരാമല്ലോ, കുഴപ്പമില്ലല്ലോ. ടെക്നോ പാർക്ക് കഴക്കൂട്ടം, അത് ടെക്നോ പാർക്ക് ട്രാൻഡം ആയിക്കൂടെ? അവിടെ ഇൻഫോ പാർക്ക് കൊച്ചിയിലാണ് പറയുന്നത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടം, അത് ട്രാൻഡം ആവാൻ പറ്റില്ലേ? ടെക്നോ സിറ്റി പള്ളിപ്പുറം, എന്താ അത് ട്രാൻഡം ഇട്ടാൻ പറ്റില്ലേ? ലൈഫ് സയൻസ് പാർക്ക് തോന്നേക്കൽ, ഇങ്ങനെയൊക്കെ പേരിട്ടാൽ ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ അറിയാൻ പറ്റില്ല തിരുവനന്തപുരത്താണെന്നത്. ഇത് കൃത്യമായിട്ട് ഇതൊരു എക്കോ സിസ്റ്റം ട്രാൻഡത്താണെന്ന് പറയണ്ടേ? അല്ലെങ്കിൽ തോന്നിക്കൽ ട്രാൻഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ അതിൻ്റെ പേരിൻ്റെ കൂടെ ട്രാൻഡം കൂടെ ഇട്ടൂടെ? ട്രാൻഡം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ട്രാൻഡം ടെക്നോ പാർക്ക്, അല്ലെങ്കിൽ ട്രാൻഡം ലൈഫ് സയൻസ് പാർക്ക് തോന്നിക്കൽ. ഈ പേരിടുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ടാലും ഏത് പദ്ധതി വന്നാലും തിരുവനന്തപുരത്തെ പേര് യൂസ് ചെയ്യാനും എവിടെയോ ചില പ്രശ്നങ്ങളുണ്ട്. ആർക്കോ ഇതിനൊരു അജണ്ടയുണ്ട്, ഇത് ഈ പേര് കൊടുക്കാതിരിക്കാൻ. കാരണം പേര് കൊടുക്കാതെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിന് ആദ്യം കിട്ടിയ കോഡ് എന്താണെന്ന് അറിയാം? NY എന്നാണ് കോഡ്, NY. അപ്പോൾ ഞാൻ ആദ്യം അവർ ചോദിച്ചു NY ന്യൂയോർക്കാണ്? അല്ല, അവർ കോഡ് നെയ്യാറ്റിൻകര. അത് നമ്മളതിന് പുറമെ നടന്നിട്ടാണ് TRV ആയത്. ഇപ്പം ഫസ്റ്റ് കോഡ് എടുത്ത് നോക്ക്, ഇറ്റ്സ് NY. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? ഇതാരാണ് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്? അപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പം ആൾക്കാർ പറയും എല്ലാം തിരുവനന്തപുരത്ത് വേണം, എയിംസും തിരുവനന്തപുരത്ത് വേണം, ഹൈക്കോടതി ബെഞ്ചും തിരുവനന്തപുരത്ത്. നമ്മൾ ചോദിക്കുന്നത് തെറ്റാണ്. ഇവിടെ ഇത്രയും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ അല്ലേ കിടക്കുന്നത്? എയിംസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തമിഴ്നാട്ടിന് ബെനിഫിറ്റ് ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്നത് പല പദ്ധതി നമ്മൾ ഹൈക്കോടതി ബെഞ്ച് ഇവിടെ 1958 വരെ ഉണ്ടായിരുന്നല്ലോ. അത് ഒരു സുപ്രഭാതത്തിന് നോട്ടിഫിക്കേഷൻ വെച്ച് മതിയാക്കിയതല്ല. അന്നത്തെ ജസ്റ്റിസ് രാമൻ നായർ പറഞ്ഞു നാളെ മുതൽ ഇവിടെ സിറ്റിംഗ് ഇല്ല. അതോടെ ആ ഹൈക്കോടതി ബെഞ്ച് അവിടെ നിന്നു. അല്ലാതെ ഈ ഹൈക്കോടതി ബെഞ്ച് പറിച്ചെടുത്തോണ്ടൊന്നും പോയിട്ടില്ല, ഇപ്പോഴും അവിടെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കുക, ഇത് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ ആൾക്കാർ പണ്ട് ഇത്രയും പാടുപെട്ടാണ് നമ്മൾ ട്രാൻഡം വേലി സ്റ്റേഷൻ, അല്ലെങ്കിൽ അന്ന് വേലി സ്റ്റേഷൻ നേമം സ്റ്റേഷൻ, ഇതിൻ്റെ പുറകെ നടന്നാണ് അത് ട്രാൻഡം നോർത്ത് സൗത്ത് ആയത്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വരുന്ന ആൾ വേലി എവിടെ, നിയമം എവിടെ, ഇതെല്ലാം ട്രാൻഡത്തിന് അടുത്താണ് കിടക്കുന്നത്, ആർക്കും അറിയത്തില്ല. അപ്പം നമ്മൾ ലൊക്കേഷൻ ബ്രാൻഡിങ് വേണം. അപ്പോൾ ട്രാൻഡത്തെ ബ്രാൻഡിങ്ങിന് വേണ്ടി ഞങ്ങൾ നടക്കും. ബ്രാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ ആ സിറ്റി വളരുള്ളൂ. ഇത്രയും 10 നോട്ടിക്കൽ മൈൽസിൻ്റെ അപ്പുറത്ത് കപ്പൽ ഇങ്ങനെ പോവുകയാണ്, മുകളിൽ കൂടെ 10-300 പ്ലെയിൻ ഓവർഫ്ലൈ ചെയ്യുന്നു. ഇതൊക്കെ നമുക്കിവിടെ ലാൻഡിങ് റൈറ്റ്സ് ഒക്കെ കൊടുത്താൽ പ്ലെയിൻ വരത്തില്ലേ? ആ പോകുന്ന കപ്പൽ ഇവിടെ വന്നിട്ട് റീഫ്യൂൽ ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതുപോലെ ചിന്തിക്കണം. അവരെ ഉദ്യോഗസ്ഥന്മാർ ചിന്തിക്കത്തില്ല. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള നമ്മൾ ടേക്കപ്പ് ചെയ്യും, അവർ കേൾക്കും എല്ലാം. നമ്മളിത് ലോബി ഇത് ഞങ്ങൾ സത്യം പറയുകയാണ്, ഞങ്ങളിത് ലോബി ചെയ്ത് ലോബി എന്നുള്ള ഇവർക്ക് നിങ്ങൾ ചിലപ്പോൾ ചീത്ത പേരായിരിക്കും. ലോബി ചെയ്യാതെ ഇവിടെ ഒന്നും നടക്കില്ല, ഇതിൻ്റെ പുറം നടക്കണം. അതാണ് ട്രാൻഡം ചേംബർ ഓഫ് കോമേഴ്സ് ഇൻഡസ്ട്രി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ട്രാൻഡം അജണ്ട ടാസ്ക് ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ട്രാൻഡം മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ എവേക് ട്രാൻഡം ഉണ്ട്. 4 ഓർഗനൈസേഷൻ്റെ പുറം നടക്കുകയാണ്.
എത്രയോ ചെറുപ്പക്കാരുടെ പിള്ളേർ നമ്മളെ കൂടെ നിൽക്കുന്നറിയാം. അവരുടെ ആസ്പിറേഷനാണ്. തിരുവനന്തപുരത്തിനുള്ള ഒരു സ്പിരിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. എല്ലാവരും മനസ്സിപ്പം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനത്തോടെ വി ആർ ഫ്രം ട്രിവാൻഡ്രം എന്ന് പറയാനായിട്ട് ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ലോകത്ത് മൊത്തം നമ്മൾ ആ സ്പിരിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ഒരു 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 ഫീലിംഗ് അത് നമ്മൾ ലോകത്ത് മൊത്തം ഉണ്ടാക്കാൻ പറ്റി. തിരുവനന്തപുരം ഇങ്ങനെ അല്ലായിരുന്നു എന്നുള്ള മാറ്റിയെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ബാക്കി സംസ്ഥാനത്തിലെ ബാക്കി മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ സിറ്റി നന്നാവണം ഞാൻ പറയത്തില്ല, അവർക്കും വേണം. പക്ഷെ തിരുവനന്തപുരത്തിനെ അവഗണിച്ച് കാലാകാലങ്ങളെ നമ്മൾ ചവിട്ടി തേച്ച് നമുക്ക് ഒരു വിലയില്ലാത്ത രീതിയാക്കി തിരുവനന്തപുരംകാരും ശരിയല്ല, ഇവരെല്ലാം മോശക്കാരാണ്, തിരുവനന്തപുരം പറഞ്ഞാൽ തട്ടിപ്പ് വെട്ടിപ്പ്, ഞാൻ ബാക്കി പറയുന്നില്ല, ഇതെല്ലാം കൂടെ പറഞ്ഞാണ് ഞാൻ നിർത്തുന്നത്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ അത് മാറ്റിയെടുക്കട്ടെ. ആരായി തിരുവനന്തപുരംകാർ? എല്ലാവരും വന്ന് താമസിച്ച ആൾക്കാരല്ലേ. റിയലായിട്ട് ട്രിവാൻഡ്രംകാർ ഇവിടെ ഉണ്ടോ? ഇല്ല. അവരൊക്കെ കന്യാകുമാരി കിടക്കുന്നു. തിരുവനന്തപുരത്ത് വന്ന് കാലാകാലങ്ങളിൽ ഇവിടെ വന്ന് സർക്കാർ ജോലി വന്ന് താമസിച്ച് ഇവിടെ വന്ന ആൾക്കാരാണ് തിരുവനന്തപുരംകാർ ശരിയല്ല എന്ന് പറയുന്നത് അവരുടെ നാട്ടുകാർ പറയുന്നത്. ആക്ച്വലി വി ആർ നോട്ട് റിയലി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അപ്പോൾ ഇതിൽ ചേംബർ ഓഫ് കോമേഴ്സ് മുൻകൈ എടുത്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക. ടൂറിസമിൻ്റെ 148 സ്ഥലം ട്രിവാൻഡ്രത്ത് കാണാനുണ്ട്. എത്ര പേർക്കറിയാം? ഞങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തെടുത്ത സ്ഥലം 148 ഡെസ്റ്റിനേഷൻസ് ഉണ്ട് ട്രിവാൻഡ്രം മാത്രം കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ സാധനം ടൂറിസം ആയാലും ശരി, ഹെൽത്ത് കെയർ ആയാലും ശരി, എഡ്യൂക്കേഷൻ സെക്ടർ, റിസർച്ച് സെൻറ്റർ. ട്രിവാൻഡ്രം റിസർച്ച് ഹബ്ബാണ്. ഇവിടെ ഇല്ലാത്ത ഏതെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടോ? സി ചിത്ര ആയാലും ശരി, പാപ്പനംകോട് CSIR ആയാലും ശരി, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് ആയാലും ശരി, ഐസർ ആയാലും ശരി, എല്ലാം റിസർച്ച് സെൻറ്റേഴ്സ് ഇവിടെ ഉണ്ട്. രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ, ട്രിവാൻഡ്രം റിസർച്ച് ക്ലസ്റ്റർ. അപ്പോൾ ആ ക്ലസ്റ്റർ ഇവിടെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് നമ്മൾ ആരും പോയി ലോബി ചെയ്ത് കിട്ടിയതല്ല. സെൻട്രൽ ഗവൺമെൻറ് കാലാകാലമായി തോന്നി ട്രിവാൻഡ്രം ഇസ് ദ ബെസ്റ്റ് പ്ലേസ് അലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഒരു ക്യാപിറ്റൽ സിറ്റിക്ക് കൊടുക്കുക, അങ്ങനെ കിട്ടിയതായിരിക്കും. രാജഭരണകാലത്ത് നമ്മൾ മനസ്സിലാക്കണം, 18 വർഷമേ സി ചിത്രരഥൻ മഹാരാജാവ് ഭരണത്തിലുണ്ടായിരുന്നുള്ളൂ. ഈ 18 വർഷം അദ്ദേഹം ഉണ്ടാക്കിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 35 ഇൻഡസ്ട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. ടൂറിസം ഉണ്ടാക്കിയിട്ടുണ്ട്, സ്പോർട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, സോഷ്യൽ ഇൻഡസ്ട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അവിടെ ആ ബോർഡിൽ തന്നെ മൊത്തം അതാണ്. നമ്മളിവിടെ 70 വർഷമായി ഇവിടെ വന്നിട്ട്. ഇത് 18 വർഷം കൊണ്ട് ചെയ്ത സാധനമാണ്. 70 വർഷത്തിൻ്റെ അകത്ത് തിരുവനന്തപുരത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു എത്ര ഇൻഡസ്ട്രി ഉണ്ട്, എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഒന്ന് ചൂണ്ടിക്കാണിച്ച് എത്ര എണ്ണം ഉണ്ട്? എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല? അതുകൊണ്ട് അതിൻ്റെ പുറകെ കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുള്ളൂ. അന്ന് കരയാൻ ആളുമില്ല, തിരിഞ്ഞു നോക്കാൻ ആളുമില്ലായിരുന്നു. ഇപ്പോൾ അത് മാറ്റി നമ്മളെല്ലാവരെയും കൂടെ സംഘടിപ്പിച്ച് തിരുവനന്തപുരത്തുള്ള ആൾക്കാരുടെ വികാരമൊക്കെ എടുത്ത് എല്ലാവരെയും മനസ്സിലാക്കി കൊടുത്ത് നമുക്കുണ്ട്. അതിന് മുന്നേ നിന്നുകൊണ്ട് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ഇൻഡസ്ട്രി അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാ ലക്ഷ്യത്തിൽ എത്തിയെന്ന് ഞാൻ പറയത്തില്ല, ഇനിയും നല്ല ദൂരമുണ്ട്. നമ്മൾ ഈ ജോലിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചാൽ നന്ദി. താങ്ക് യു.